ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 35-ാമത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിൽ പുരുഷനും സ്ത്രീയും, സ്ത്രീകൾക്ക് മേൽ പുരുഷന് നൽകിയിരിക്കുന്ന ഒരു ഗാർഡിയൻഷിപ്പ്, അതിന് സുപ്പീരിയോറിറ്റി എന്നോ മുൻഗണനയെന്നോ എന്ത് പേര് വെച്ചാലും അവർക്ക് ആ സ്ഥാനം ലഭ്യമായിരിക്കുന്നത് അവരോട് നമ്മൾ നല്ല നിലയിൽ ഇടപഴകുന്നതിലൂടെയും അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിലൂടെയും അതിനുള്ള കഴിവ് പുരുഷന് നൽകിയിരിക്കുകയും ആ കഴിവുകൾ അവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ത്രീവർഗത്തിൻ്റെ സമൂലമായ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ സുപ്പീരിയോറിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒരാളിൽ നിന്നും നമുക്കൊരു സുപ്പീരിയോറിറ്റി വേണമെങ്കിൽ അവരുടെ സംരക്ഷണ ചുമതല, അവരുടെ മേൽനോട്ട ചുമതല, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് ലഭ്യമാക്കി തരുമെന്ന് പറയുന്ന പ്രതിഫലം, അത് ലഭിക്കുന്നതിന് വേണ്ടി അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം നല്ല നിലയിൽ ഇടപഴകുക. അവൻ്റെ പ്രീതി കിട്ടുന്നതാണ് എന്ന് കരുതി നമ്മൾ ഒരാളെ സ്നേഹിക്കുകയും ഒരാളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ആ പ്രീതിയിൽ നിന്നും അകന്നു പോകുന്നത് എന്തെങ്കിലും ആണെങ്കിൽ നമ്മളവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അകലം പാലിക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. അതായത് ദ പ്രസൻറ്റ് വേഴ്സ് ബ്രിങ്സ് ഫോർ ദ റോൾ ഓഫ് മാൻ, പുരുഷൻ്റെ ആ സ്ഥാനമാണ് ഈ വചനത്തിലൂടെ കൊണ്ടുവരുന്നത്. ആൻഡ് ഹിസ് സുപ്പീരിയോറിറ്റി, അവൻ്റെ മേധാവിത്വവും ഓവർ ദാറ്റ് ഓഫ് ഹിസ് മേറ്റ്, തൻ്റെ ഇണയുടെ മേൽ ഈ സുപ്പീരിയോറിറ്റിയും ഈ മുൻഗണന, മേലധികാരം എന്താണ് നൽകിയിരിക്കുന്നത്, അവന് കൊടുത്തിരിക്കുന്ന കാര്യം. മാൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് വിത്ത് എ സ്ട്രോങ്ങർ ബിൽറ്റ്, പുരുഷനെ നല്ല ശക്തിവാനായിട്ട് സൃഷ്ടിച്ചതുകൊണ്ടും വിത്ത് ദ ടാസ്ക് ടു കാറ്റർ ഫോർ ദ ഡെലിക്കേറ്റഡ് സ്പീഷീസ്, ഈ മൃദുല ഗണത്തിലുള്ള ഈ സ്ത്രീകൾക്ക് ഭക്ഷണ പാനീയങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്നതിനും, ദാറ്റ് ഈസ് വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി. His prior role in his house is to cater for the smooth running of his household. അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തൻ്റെ വീട് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് കെയറിങ് ഫോർ ഹിസ് വൈഫ് ഓർ വൈഫ്സ്, തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാരെ സംരക്ഷിക്കുക. സീ ടു ഇറ്റ് ദാറ്റ് ഷീ ഈസ് വെൽ നറിഷ്ഡ് ആൻഡ് ഡ്രസ്ഡ് ആൻഡ് ലീവ്സ് എ ഓണർ, അവർക്ക് നല്ല വസ്ത്രവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനവും അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് ഇൻ ദിസ് വേ ദാറ്റ് മാൻ ഈസ് കവ്വാം. ഈ നിലയിലാണ് പുരുഷന് കവ്വാം എന്നുള്ള പദവി ലഭിക്കുന്നത്, മേലധികാരി എന്ന പദവി ഓവർ ഹിസ് വൈഫ്സ്. തൻ്റെ ഭാര്യമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഭാര്യമാരിൽ അവൻ ആ പദവി ലഭിക്കുന്നതിന് അവൻ നൽകുന്ന ഈ സർവീസാണ്. For his share of responsibility is far greater than that of a woman. അപ്പോൾ ഒരു സ്ത്രീ നൽകുന്ന പങ്കിനേക്കാൾ വളരെ വളരെ വലുതാണ് പുരുഷൻ്റെ പങ്ക് അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ. ഇൻ പാസ്റ്റ് ഇറാസ്, ഈ മുൻകാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വിമൻ ന്യൂ ഓൺലി ദെയർ ഹോംസ്, ഈ സ്ത്രീകളെ അവരുടെ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്നവരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് കെയർഡ് ഫോർ ദ വെൽബീയിങ്സ് ഓഫ് ദ ഓക്കുപ്പൻസ്, അവരുടെ ജോലി എന്ന് പറയുന്നത് അതിനകത്തുള്ള അന്തേവാസികളുടെ വെൽബീയിങ്സ്, അവർ നന്നായി വരുന്നതിന് പര്യാപ്തമായത് എന്തൊക്കെയാണോ അത് വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഭർത്താവ്, മക്കൾ, പിന്നെ മുതിർന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ
അവരുടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗണം ആയിട്ടാണ് സ്ത്രീ ജനങ്ങളെ മുൻകാലങ്ങളിൽ നമ്മൾ ചരിത്രത്തിലൂടെ കാണുന്നത്. In past eras, women knew only their homes and cared for the well-beings of the occupants of their households. അങ്ങനെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആൾ എന്ന നിലയിലാണ് സ്ത്രീയെ മുൻകാലം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബട്ട് വിത്ത് ടൈം, എന്നാൽ കാലം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മോഡേണൈസേഷൻ ഹാസ് ഇഷ്യൂഡ് ഫോർ, ആധുനികവൽക്കരണം സംഭവിക്കുകയും ദ വിൽ ദാറ്റ് വുമൻ ആൾസോ ഗോ ഔട്ട് ടു വർക്ക് ലൈക്ക് മാൻ, പുരുഷനെ പോലെ സ്ത്രീയും പുറത്തു പോയി ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ആൻഡ് ഏൺ ഹെർ ലൈവ്ലിഹുഡ്, അത് അവളുടെ നിത്യവൃത്തിക്ക് ആവശ്യമായിട്ടുള്ളത് സമ്പാദിക്കേണ്ട അവസ്ഥ സംജാതമായി. അത് കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവാഹത്തിൽ ആവശ്യങ്ങളുടെ കൂടുതൽ ഉണ്ടായപ്പോൾ അവർക്ക് സമൂഹത്തിലിറങ്ങി ജോലി ചെയ്ത് അവർക്കും ജീവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. പണ്ടത്തെ ആ അവസ്ഥയിൽ നിന്ന് അതൊരു വലിയ മാറ്റമാണ്. കാരണം അവർ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരു ജീവികളാണ്. അവരെ ആരും മറ്റ് പുറം ലോകവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ലാതെ തൻ്റെ ഭാര്യ, തൻ്റെ ഭർത്താവ്, മക്കൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ, ഇങ്ങനെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ വ്യക്തി എന്ന നിലയിലാണ് സ്ത്രീയെ പണ്ട് പരിഗണിച്ചിരുന്നത്. എന്നാൽ കാലത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അവളും പുരുഷനെ പോലെ തന്നെ നിത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. ദിസ് ഈസ് നോട്ട് വാട്ട് ഇസ്ലാം ഹാസ് എൻജോയ്ഡ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം കൽപ്പിച്ചതല്ല. ബട്ട് ഇസ്ലാം അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഇങ്ങനെ സ്ത്രീ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ടും ജീവിക്കണം എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ബട്ട് ഇസ്ലാം അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആൾസോ ഡസ് നോട്ട് ഫോർവേഡ് വിമൻ ടു ഗോ ഔട്ട് ഫോർ വർക്ക്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ സ്ത്രീക്ക് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വരും. അതിനെ ഇസ്ലാം വിലക്കിയിട്ടില്ല. എന്നാൽ മുൻഗണന മറ്റു രീതിയിലാണ് വീട്ടിലുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൾക്ക് പുറത്തു പോവുകയും ജോലി ചെയ്യുകയും കുടുംബം പോറ്റുകയും പുലർത്തുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ഇസ്ലാം വിലക്കിയിട്ടില്ല. ടു ഗോ ഔട്ട് ടു വർക്ക്, ദാറ്റ് ഈസ് ഇഫ് ഷീ ഈസ് എ വിഡോ. ഉദാഹരണം പറഞ്ഞാൽ അവളൊരു വിധവയാണെന്നിരിക്കട്ടെ, ഭർത്താവ് നഷ്ടപ്പെട്ടു. എ ഡൈവോഴ്സി, അല്ലെങ്കിൽ ഒരാൾ വിവാഹമോചനം, ഒന്നീ ഭർത്താവ് മരണപ്പെട്ടത്, അതല്ല എങ്കിൽ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു, തലാക്ക് ചൊല്ലി വിവാഹബന്ധം ഏർപ്പെട്ടു, അപ്പോഴും അവർ ഒറ്റയ്ക്കായിപ്പോയി. ആൻഡ് മസ്റ്റ് ആബ്സല്യൂട്ട്ലി വർക്ക് ടു ഫീഡ് ഹെർസെൽഫ്. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് സാമ്പത്തികമില്ല എങ്കിൽ അവൾ തീർച്ചയായിട്ടും പോയി ജോലി ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അവൾക്കുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി തീർച്ചയായിട്ടും അവൾ പുറത്തു പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആൻഡ് ഹെർ ചിൽഡ്രൻ, അവൾക്കും അവളുടെ കുട്ടികൾക്കും വേണ്ടി. അപ്പോൾ ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ഭർത്താവ് ഉപേക്ഷിക്കുക, അതല്ല എങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോവുക. ഇത്തരം സാഹചര്യങ്ങൾക്ക് അവൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവൾ സ്വയം പുറത്തു പോവുകയും ജോലി ചെയ്യുകയും തനിക്കും തൻ്റെ കുട്ടികൾക്കും വേണ്ടുന്ന കാര്യങ്ങൾ സൗകര്യപ്പെടുത്തുകയും ചെയ്യേണ്ട അവസ്ഥാവിശേഷം. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുരുഷൻ എന്ത് ചെയ്യണം? തന്നോടൊപ്പം ഇണയായിട്ട് കഴിയുന്ന ഒരാൾക്ക് അവരുടെ ക്ഷേമത്തിന്, അവരുടെ ഐശ്വര്യത്തിന്, തൻ്റെ അഭാവത്തിലും തൻ്റെ മരണത്തിന് ശേഷമായാലും, ഇനി വിവാഹബന്ധത്തിലൂടെ അതിലൂടെ വേർപെട്ടു പോയാലും അവരുടെ ക്ഷേമം, അവർ നന്നായി കഴിയണമെന്നുള്ള ഒരു ആഗ്രഹവും അതനുസരിച്ചുള്ള പ്രവൃത്തിയും പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഉള്ള ആ സുപ്പീരിയോറിറ്റിയാണ് പുരുഷൻ അല്ലാഹു തആല പങ്കുവെച്ചു കൊടുക്കുന്നത്. ബട്ട് ഹെർ റൈറ്റ്ഫുൾ പ്ലേസ് ഈസ് ഹെർ ഹോം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വന്നു, ജീവിക്കേണ്ടി വരുന്നു, തൻ്റെ മക്കളെ പുലർത്തേണ്ടി വരുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട സാഹചര്യമാണ്. ബട്ട് ഹെർ റൈറ്റ്ഫുൾ പ്ലേസ് ഈസ് ഹെർ ഹോം. യഥാർത്ഥത്തിൽ
അവർക്ക് അർഹമായ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വീട് തന്നെയാണ്. വേർ ഷീ ആക്ട്സ് ആസ് ദ ഗാർഡിയൻ ഓവർ ദ അഫെയർസ് ഓഫ് ഹെർ ഹസ്ബൻഡ്. കാരണം അവൾക്കവിടെ ജോലിയുണ്ട്. ഒരു സ്ത്രീക്ക് വേറെ പുറത്തു പോയി ജോലി ചെയ്യുന്നില്ലെങ്കിലും അതിനേക്കാൾ വലിയ മഹത്വപൂർണ്ണമായ ഒരു ജോലിയാണ് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്നത്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും ഭർത്താവുമായി ബന്ധപ്പെടുന്ന ആളുകളുടെയും എല്ലാ കാര്യത്തിൻ്റെയും ഒരു മേൽനോട്ടക്കാരിയായ ഒരു വലിയ ജോലി അവർക്കുണ്ട് സത്യത്തിൽ വീട്ടിനകത്ത്. അതിനെ ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നില്ല. അവർ ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് അവർ അറിയുന്നില്ല എന്നേ ഉള്ളൂ. വേർ ഷീ ആക്ട്സ് ആസ് ദ ഗാർഡിയൻ ഓവർ ദ അഫെയർസ് ഓഫ് ഹെർ ഹസ്ബൻഡ്. അവരുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു രക്ഷാധികാരിയായിട്ട് അവൾ അവിടെ ജോലി ചെയ്യുകയാണ്. ആൻഡ് സീ ടു ഇറ്റ് ദറ്റ് ഹെർ ഹോം ഈസ് റൺ സ്മൂത്ത്ലി. അങ്ങനെ ആ വീട് സന്തോഷത്തോടെ യാതൊരു കേടുപാടുമില്ലാതെ മുന്നോട്ട് സ്വൈരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അവൾ ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ഫാമിലി ടൈസ് ആർ മെയിൻറ്റെയിൻഡ്. കുടുംബ ബന്ധങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട്, ആൻഡ് ചിൽഡ്രൻ കുട്ടികളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട്, ആർ പ്രോപ്പർലി ടേക്കൺ കെയർ ഓഫ്. അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിറവേറ്റിക്കൊണ്ട് ആ സ്ത്രീ ഒരു നിശബ്ദമായ സേവനം ഒരു ഗാർഡിയൻ എന്ന നിലയിൽ ആ വീട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ വമ്പിച്ച ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതിനെക്കുറിച്ചും പുരുഷന്മാർ അത്രത്തോളം വലിയ കെയറില്ല. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് പുരുഷൻ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അതിനാണ് ഈ പദവി തന്ന് അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ദാറ്റ് ദേ ഒബ്റ്റെയിൻ ദെയർ മോറൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. അങ്ങനെ അവരിലൂടെ, ഈ സ്ത്രീയിലൂടെ അവർക്കെല്ലാവർക്കും ധാർമ്മികവും ആത്മീയവുമായ വിദ്യാഭ്യാസം, ഓരോ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം അവർക്ക് ബോധനം നൽകുകയും നല്ല ഇസ്ലാമികമായ അന്തരീക്ഷവും കാഴ്ചപ്പാടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെങ്കൊച്ചുങ്ങളെ നോക്കിക്കോണേ എന്ന്. ഇസ്ലാമിനും അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് റസൂലുള്ളാഹിയുടെ ചര്യയ്ക്ക് മുൻഗണന കൊടുക്കുന്ന പെണ്ണാണോ എന്ന് പ്രത്യേകം സൂക്ഷിച്ചോണം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമ്മൾ കുറേ ഓടേണ്ടി വരും. അല്ലാഹു തആല അതിൽ നിന്നെല്ലാം നമ്മളെ കാക്കുകയും പരിശുദ്ധമായ ഒരു ജീവിതം, അവർക്ക് ആ നിലയിലുള്ള വിദ്യാഭ്യാസം നേരത്തെ ലഭിച്ചിട്ടില്ല എങ്കിൽ പുരുഷൻ എന്ന നിലയിൽ, ഒരു ഗാർഡിയൻ എന്ന നിലയിൽ, അവരുടെ ക്ഷേമത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളെന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടുന്ന സാംസ്കാരികമായ വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം, അതുപോലെ ധാർമ്മിക ബോധം അവരിലേക്ക് വളർത്തുന്നതിന് പര്യാപ്തമായ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ ദിവസം നമുക്ക് വീണ്ടും കാണാം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.